കൊക്ക മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ. എല്ലാവരും ഒന്ന് കേൾക്കണം. ഞാൻ രണ്ട് കടക്കാരൻ. ഒന്ന് ഈ കടയൻ്റെ, പിന്നെ സാമ്പത്തികമായ കടം. രണ്ട് കടക്കാരനാണ് ഞാൻ. ഇവിടെ കച്ചവടം തുടങ്ങാൻ കാരണം ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാറുണ്ട്. ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ചാടിച്ചാവും. അപ്പം പിന്നെ അത് ആ ഒരു ശല്യമില്ല. പിന്നെ ചാകാൻ വരുന്നവന് യാതൊരു കുറ്റവും പറത്തില്ല, ആഹാരം കൊള്ളത്തില്ലെന്ന്. അങ്ങനെ ചില ഗുണങ്ങളുണ്ട് ഇവിടെ കട വെച്ചാൽ. എന്തായാലും അങ്ങോട്ട് തുടങ്ങാൻ രാവിലെ. ആ വെള്ളം ഓക്കെ. ആ ഓ ഹലോ. ആ അടി എന്തിയേ അച്ഛനെന്തിയേ? കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പറയണേ. ആ എപ്പോ? അയ്യോ അതറിഞ്ഞില്ലല്ലോ. വെച്ചേ ഞാൻ വിളിച്ചോളാം. കുഞ്ഞിന് ചോറ് കൊടുക്കണം എന്ന് അമ്മായിപ്പനോടൊന്ന് പറഞ്ഞാൽ ചോറും പപ്പടം പൊടിച്ചും കൂടെ കൊടുക്കണം എന്നാ പറഞ്ഞത്. ചോറ് വിളമ്പി വെച്ചിട്ട് പപ്പടം കൊണ്ട് മില്ലിൽ പോയേക്കുവാ പൊടിക്കാൻ. എന്താ പൊട്ടനാ അത് അരകല്ല വെച്ച് പൊടിക്കത്തില്ല. ഞാനുണ്ടായിരുന്നു അങ്ങനെ ചെയ്തേ. ഒന്നും തിരിയുന്നില്ല. എന്തുവാടാ കയറെന്തിനാ? കയറ് നല്ല താഴ്ച കാണത്തില്ലല്ലോ. പിന്നെ നല്ല താഴ്ച ഉണ്ട്. എനിക്ക് എളി കെട്ടിയിട്ട് ഇവിടെ കെട്ടി താഴെ പതുക്കെ ഇറങ്ങാനാ. ഒരുപാട് ഉയരത്തുനിന്ന് എനിക്ക് ചാടണ്ട. പതുക്കെ ചെന്നിട്ട് ചത്താ മതി. അവിടുന്ന് ബാക്കി ചാടിയാ ബാക്കി ചട്ട്. എന്താ പ്രശ്നം? അമ്മ പണിക്ക് പോകാൻ പറയുവാ. ആര്? എന്നോട് അമ്മ പറയാ പണിക്ക് പോവാ. എന്താ തള്ളേ അവര്? എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ കാണിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ല. ആര്? എന്റെ അമ്മ. എന്തോ തള്ളേ അവര്? എനിക്കറിയാൻ വയ്യ. മിക്ക ദിവസമാണെങ്കിൽ അച്ഛൻ വെള്ളം കുടിക്കാതെ കിടക്കുന്നേ. അതെന്നാ? എനിക്കറിയാൻ വയ്യ. ഞാനും അച്ഛനും പണിക്ക് പോകത്തില്ല. അമ്മയാണെങ്കിൽ പണിക്ക് പോകും. എന്തോ തള്ളേ അവര്? എനിക്കറിയാൻ പറ്റിയ പണിക്ക് പോയിട്ട് വന്നിട്ട് മിക്ക ദിവസം അമ്മ ചിക്കനും കപ്പയും മേടിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് വേവിച്ചിട്ട് അമ്മ കുളിക്കാൻ പോകും. എന്തോ തള്ളേ അത്? എനിക്കറിയാൻ വയ്യ. അമ്മ കുളിക്കാൻ പോകുന്ന സമയം കൊണ്ട് എന്തോ തള്ളേ ഇത്? എനിക്കറിയാൻ വയ്യ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയെ കുറിച്ച്. പറഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. എന്നിട്ട് അവര് കുളിക്കാൻ പോകും. കുളിക്കാൻ പോകുന്ന സമയം കൊണ്ട് ഞാനും അച്ഛനും കൂടെ ഈ കപ്പയും ചിക്കനും മൊത്തം കഴിക്കും. എന്തോ തന്തയാ ഇത്? എനിക്കറിയാൻ വയ്യ. എന്നിട്ട് അമ്മ കയറി വരുമ്പോ ഒന്നും കാണത്തില്ല. എന്തോ തള്ളേ ഇത്? എനിക്കറിയാൻ വയ്യ. എന്നിട്ട് അമ്മ വിശന്നിരുന്ന അമ്മ എന്നിട്ട് വീട്ടിൽ വെള്ളം മൊത്തം കുടിച്ച് പട്ടിണി മാറ്റിയിട്ടാ കിടക്കുന്നത്. രാത്രി അച്ഛൻ വെള്ളം കുടിക്കാൻ വന്ന് നോക്കുമ്പോ അടുത്ത് വെള്ളം കാണത്തില്ല. അച്ഛന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ അച്ഛൻ കിടക്കും. അമ്മ കൊടുക്കത്തില്ല. ചാപ്പാട് മൊത്തം തന്റെ മോനും കൂടെ തിന്നു. എന്നിട്ട് വെള്ളം കൂടെ കൊടുക്കാൻ കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ആണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര പനിയായിരുന്നു. എന്തോ തള്ളേ ഇത്? എനിക്കറിയാം. ഞാൻ പനിയെന്നാ പറഞ്ഞേ.